ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഗി നൂഡിൽസ് അതിൻ്റെ യൂഷ്വൽ ഫ്ലേവറിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുകയാണ്. ഒരു ചൈനീസ് വിധത്തിലും പിന്നെ ഒരു ബിരിയാണി സ്റ്റൈലിലും പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു പാസ്ത സ്റ്റൈൽ ആൽഫ്രേഡോ മാഗി. അപ്പോൾ ആദ്യം നമുക്ക് ചൈനീസ് മാഗി എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 4 വെള്ളുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒന്ന് സോട്ട് ചെയ്തു. അതിനുശേഷം ഒരു വെല്ലുള്ളിയുടെ ഒരു പകുതി കഷ്ണം ഏകദേശം നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തു. നമ്മുടെ ചൈനീസ് ഡിഷസിൽ പച്ചക്കറിയൊന്നും ഒരുപാട് വേവിച്ച് അങ്ങനെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ അതവിടെ ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാഗി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് സ്പീഡപ്പ് ചെയ്യാനാണ്. പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വറ്റിക്കുന്നില്ല വെള്ളത്തിനെ, പകരം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 to 2 മിനിറ്റ് ഏകദേശം ആകുമ്പോഴേക്കും ഒരു 90% കുക്കായി കഴിയുമ്പം നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകണം. അതിനുശേഷം അതിനെ നമ്മൾ ഉള്ളി ക്യാപ്സിക്കം മിക്സ്ചറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജെൻറ്റിലായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർക്കുകയാണ്. വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ നോക്കിയിട്ട് ഇതിന് ശേഷം ചേർത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ഈ സമയത്ത് ചെക്ക് ചെയ്യുക. ഇനി ഒരുപാട് നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മാഗി ചൈനീസ് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് സെർവ് ചെയ്യാം. അടുത്തത് നമുക്ക് നമ്മുടെ ബിരിയാണി മാഗി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു കുഞ്ഞി കഷ്ണം പട്ട ഇത്രയും ചേർത്തു. അതോടൊപ്പം ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഏകദേശം ഒരു ഉള്ളിയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് നമ്മുടെ ചൈനീസിനെ പോലെയല്ല, ഉള്ളി കുറച്ചും കൂടി വഴന്ന് കിട്ടണം. ആ ഒരു പച്ചച്ചുവയൊക്കെ ശരിക്കും മാറണം. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 കപ്പ് വെജിറ്റബിൾസ് ചേർത്തു. അത് ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്തത്. അതിൽ ഗ്രീൻ പീസും ബീൻസും ക്യാരറ്റ്, സ്വീറ്റ് കോൺ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ, ഒരു തക്കാളിയുടെ കുഞ്ഞി തക്കാളിയുടെ ഒരു പകുതി കഷ്ണം ഇത്രയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ മാഗിയുടെ മസാല ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർക്കാം. തൈര് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി അതിൽ ഉടയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ വിട്ട് നിൽക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഉപയോഗിച്ച കാരണം അത് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നിങ്ങൾ സാധാരണ വെജിറ്റബിൾസാണ് ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുക്കാവാനുള്ള എക്സ്ട്രാ സമയം കൊടുക്കണം. അതിനനുസരിച്ച് വെള്ളവും ആഡ് ചെയ്യേണ്ടി വരും. തിളച്ച് തുടങ്ങുമ്പം നമുക്ക് ആ മാഗി അതിൻ്റെ നടുക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ഇല പുതിന ഇലയും ഒരു 2 കഷ്ണം മല്ലിയിലയും കൂടി അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ 1-2 പ്രാവശ്യം അങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 1 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ആ വെള്ളമൊക്കെ അതിലേക്ക് അബ്സോർബായി നന്നായിട്ട് വറ്റി വരും. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം അപ്പോൾ പിന്നെ അതാകെ സോഗി ആയിപ്പോൾ. അങ്ങനെ നമ്മുടെ ബിരിയാണി മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ ആൽഫ്രേഡോ മാഗി അല്ലെങ്കിൽ പാസ്ത മാഗി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ചധികം 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തു. പിന്നെ ഒരു 1/2 കഷ്ണം ഉള്ളി, ഞാനിവിടെ വൈറ്റ് അണിയനാണ് ചേർത്തത്, അതും ചോപ്പ് ചെയ്തത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അത് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് സോഫ്റ്റ് ആയിക്കോളും. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ അതൊന്ന് ചേർത്ത് അതിലൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി അതിലേക്ക് നമുക്ക് പാലൊഴിക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വേണം ഇത് ചേർക്കാൻ. പൊടിയൊക്കെ അതിൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി മിക്സ് ആവണം. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ പാലൊഴിച്ചതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറേഗനോവും ചേർത്ത് അതൊന്ന് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പം ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആ സോസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിൽ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കുക. അതിനുശേഷം മാഗി ഇങ്ങനെ ഇതുപോലെ അടർത്തി 2 കഷ്ണങ്ങളായി ചേർക്കുക. എന്നിട്ട് 1 കപ്പ് സ്പിനച്ചും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ വെള്ളമുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് 1 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്ക് ഈ മാഗി ഒന്ന് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇതിലത്തെ മുഴുവൻ വെള്ളം വറ്റേണ്ട ഒരു ആവശ്യമില്ല, അത് കുറച്ച് വാട്ടറി ആയിരിക്കും. അതിനുശേഷം ഞാനതിൽ ഒരു 1/4 കപ്പ് ഷ്രെഡഡ് മോzzarella ചീസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും ചീസൊക്കെ അതിൽ മെൽറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു 2 കഷ്ണം പാസ്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ചൂടോടുകൂടി തന്നെ ആൽഫ്രെഡോ മാഗി സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ 3 തരം മാഗികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.